ആത്മഹർഷം തുടികൊട്ടുന്ന നാളാണ് അന്ത്യനാള്. സൂചി വീണതിന്റെ ശബ്ദം ചെവി കൊണ്ട് കേൾക്കുന്ന നിശബ്ദതയാണ്. ശബ്ദം അള്ളാഹുവിന് മാത്രമായി കീഴ്പ്പെടുന്ന മഹ്ശറയിലെ മനുഷ്യന്റെ ഏക പ്രതീക്ഷയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ആരെയും പ്രതീക്ഷിക്കാൻ കഴിയില്ല. ആരും തിരിഞ്ഞു നോക്കൂല. മുൻകഴിഞ്ഞ അമ്പിയാക്കൾ വരെ തിരിഞ്ഞു നോക്കൂല. മക്കയേക്കാൾ മദീനയെ സ്നേഹിക്കാമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അഹ്ബിബ് ഇലൈനൽ മദീനത കമാ അഹ്ബബ്ത ഇലൈനൽ മക്കത വശദ്ദ മിന്നാ. അല്ലാഹുവേ, മക്കയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തിയതിനേക്കാൾ മദീനയെ ഞങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുത്തണമേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആയിൽ നിന്ന് മക്കയേക്കാൾ മദീനയെ ഇഷ്ടപ്പെടാമെന്നാണ്. എന്താണ് മദീനയുടെ പ്രത്യേകത? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നതാണ് മദീനയുടെ പ്രത്യേകത. മദീന സമാധാനത്തിന്റെ നാടാണ്. മദീന എന്നുള്ള ആ പേര് കേട്ടാൽ തന്നെ സമാധാനമാണ്. മദീനക്കാര് നബി തങ്ങളെ പാട്ടുപാടി സ്വീകരിച്ചവരാണ്. സ്വീകരിക്കലും പാട്ടുപാടി സ്വീകരിക്കലും രണ്ടാണ്. സ്വീകരിക്കാൻ പലരെ കൊണ്ടും കഴിയും. പാട്ട് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ്. അത് വരണമെങ്കിൽ ശരിക്കും മനസ്സറിഞ്ഞ് സ്വീകരിക്കണം. മദീനക്കാര് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാട്ടുപാടി സ്വീകരിച്ചവരാണ്. അപ്പൊ മദ്ഹ് 3 തരത്തിലാണ്. ഒന്ന് അൽ മദ്ഹു ബിത്തഹ്സീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള കമാലിയത്ത് പറയാ. രണ്ടാമത്തേത് അൽ ഔസാഫു ബിത്തസീനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗിയെ കുറിച്ച് പറയുക. മനുഷ്യരിൽ ഏറ്റവും ഭംഗിയുള്ള ആള് പുണ്യ നബിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഭംഗിയുള്ള ആള്. കണ്ണിന്റെ വെളുപ്പ് ശക്തമായ ആളാണ്. കണ്ണിന്റെ കറുപ്പ് ശക്തമായ ആളാണ്. പുരുകത്തിന്റെ കറുപ്പ് ശക്തമായ ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോട് അടുത്തവരും അങ്ങനെയാണ്. 150 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ആയുസ്സുണ്ടായ ആള് സൽമാനുൽ ഫാരിസിയാണ്. 200 വർഷം. അത് കഴിഞ്ഞാ പിന്നെ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച ആള് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ്. 150 വയസ്സ് വരെ ജീവിച്ചു. 150ാമത്തെ വയസ്സിലും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ ഒരൊറ്റ രോമം നരച്ചിട്ടുണ്ടായിരുന്നില്ല. നബി തങ്ങൾ കൈവച്ചതായിരുന്നു കാരണം. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാനെ 2ാമത് കല്യാണം കഴിച്ചു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അനസ് ഇബ്നു മാലിക് എന്നവർ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചെറുപ്പത്തിൽ മരിച്ചു. ഉമ്മാനെ 2ാമത് കല്യാണം കഴിച്ചത് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാനെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുമ്പോ അനസിനെ കൂടെ കൊണ്ടുപോകണോ അതോ തറവാട്ട് വീട്ടിൽ നിർത്തണോ എന്നതിലൊരു തർക്കം. കുറച്ചാൾക്കാർ പറഞ്ഞു കൊണ്ടുപോവാം, കുറച്ചാൾക്കാർ പറഞ്ഞു നിർത്താം. അവസാനം തർക്കമായപ്പോ ആളുകൾ പറഞ്ഞു മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്തിന് വേണ്ടി അനസ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങളുടെ അടുക്കൽ കൊണ്ടുപോയി ആക്കി കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ എളാപ്പ, അതായത് അനസിന്റെ ഉമ്മ ഉമ്മു സുലൈമിനെ 2ാമത് കല്യാണം കഴിച്ച അബൂ ത്വൽഹ എന്ന എളാപ്പ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ചിട്ട് നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, കുഞ്ഞ് അനസ് ഇവിടെ നിന്നോട്ടെ, ഇങ്ങളെ അനസിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ദോരുന്നു, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി. അല്ലാഹുവേ, അനസ് മോനെ മാലിലും ഔലാദിലും നീ ബറക്കത്ത് ചെയ്യണമേ. മദീനയിൽ എല്ലാവർക്കും വർഷത്തിൽ 1 പ്രാവശ്യം കായ്ക്കുന്ന തോട്ടമായിരുന്നെങ്കിൽ അനസ് റളിയല്ലാഹു അൻഹുവിന് കൊല്ലത്തിൽ 2 പ്രാവശ്യം കായ്ക്കുന്ന തോട്ടമുണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ 150ാമത്തെ വയസ്സിലും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ഇങ്ങനെ തൊട്ടിട്ട് വാസനിച്ചു നോക്കിയാല് ചുവന്ന റോസാപ്പൂവിന്റെ വാസനയുണ്ടായിരുന്നു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മ വെച്ചതായിരുന്നു അതിന്റെ കാരണം. നബി തങ്ങളുമായി അടുത്ത എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. റബീഅ റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി വെള്ളത്തിന്റെ പാത്രവും എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ അടുത്ത് വന്നു. റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു വെള്ളപ്പാത്രം എടുത്തിട്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് ഇങ്ങനെ കാത്തു നിന്നു.
നബി തങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ വെള്ളപ്പാത്രം കയ്യിൽ കൊടുക്കണമെന്നതായിരുന്നു ഉദ്ദേശം. രാത്രി പകുതി കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദിന് വുളു ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോ റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു വെള്ളപ്പാത്രവുമായി ഓടിച്ചെന്ന് മുസ്തഫായ നബി തങ്ങൾക്ക് വെള്ളപ്പാത്രം നീട്ടിക്കൊടുത്തപ്പോ പുന്നാര നബി തങ്ങൾ ചോദിച്ചു, റബീഅ, നീ രാത്രി വീട്ടിൽ പോയിട്ടില്ലായിരുന്നോ? നീ രാത്രി വീട്ടിൽ പോയിട്ടില്ലേ എന്ന് ചോദിച്ചു. റബീഅത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാൻ പോയിട്ടില്ല. നബി തങ്ങൾ ചോദിച്ചു, എന്താ റബീഅ നിങ്ങൾ പോകാതിരുന്നത്? ഒരു പ്രാവശ്യമെങ്കിലും ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾക്കൊന്ന് ഖിദ്മത്തെടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ഞാൻ ഒരുപാട് ദിവസമായി നിങ്ങൾ തഹജ്ജുദിന് വുളു ചെയ്യാൻ എഴുന്നേൽക്കുന്നതും കാത്തുകൊണ്ട് വീടിന്റെ അടുക്കൽ നിൽപ്പുണ്ട് നബിയേ. റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു നിന്ന് വെള്ളപ്പാത്രം കൊണ്ട് വാങ്ങിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, റബീഅ എന്താ എനിക്ക് വേണ്ടിച്ചാ ചോദിച്ചോ, എന്താ വേണ്ടിച്ചാ ചോദിച്ചു പറഞ്ഞു. റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നാ. നബിയേ, സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ മുറാഫഖത്തിനെ ഞാൻ ചോദിക്കുന്നു. സ്വർഗ്ഗം ചോദിക്കുന്നു എന്നല്ലട്ടോ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നാ. സ്വർഗ്ഗം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ്. സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ റഫീഖ് ആവണം, കൂട്ടുകാരനാവണം എന്നത് ഞാൻ ചോദിക്കുന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഅത്തിനോട് ചോദിച്ചു, അവലക ഗൈറൻ യാ റബീഅ. റബീഅ, കുറച്ചും കൂടി താഴെ എന്തേലും ഉണ്ടെങ്കിൽ ചോദിക്കാറുണ്ട്. വലിയ ചോദ്യമായല്ലോ. സ്വർഗത്ത് കടന്നാലും പോലെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാവണം എന്നാണ് ചോദ്യം. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അവലക ഗൈറൻ യാ റബീഅ. റബീഅ, കുറച്ചൊരു കാറ്റഗറി താന്ന് എന്തേലും ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. സയ്യിദുനാ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അതിന്റെ താഴത്തേക്കൊന്നും എനിക്ക് വേണ്ട. എനിക്ക് സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാവണമെന്നാണ് ആഗ്രഹമെന്ന് പറഞ്ഞപ്പോ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഅഇനി ബികസ്റത്തി സുജൂദ്. ഓക്കേ, ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ നീ എന്റെ കൂട്ടുകാരനാകും. നീ സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണം റബീഅ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സഹാബത്ത് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തും ചോദിച്ചു വാങ്ങും. സഹാബാക്കളുടെ കൂട്ടത്തിൽ അബൂ മഹദൂറ എന്ന പേരായിട്ട് ഒരു സഹാബി ഉണ്ടായിരുന്നു. നല്ല മനുഷ്യനാണ് അബൂ മഹദൂറ. അബൂ മഹദൂറ പള്ളിയിൽ നേരത്തെ വരും, എല്ലാ ജമാഅത്തിനും പങ്കെടുക്കും, കൃത്യമായി ഉണ്ടാവും. ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ, മുടി വെട്ടൂല. മുടി ഇങ്ങനെ നീട്ടിയിട്ട് അവസാനം അക്കുടിയും ചുരുട്ടിങ്ങാണ്ട് ഇങ്ങനെ മേലെ വെച്ചിട്ട് അതിന്റെ മേലെ തല കെട്ടലാണ് പതിവ്. ഒരു ദിവസം സഹാബത്ത് റളിയല്ലാഹു അൻഹു അബൂ മഹദൂറയോട് പറഞ്ഞു, അബൂ മഹദൂറ, അല്ലാ തഹ്ലിഖിഹ, നിങ്ങൾ ഈ തലയത്തെ മുടി ഒന്ന് വെട്ടിക്കൂടെ ചോദിച്ചു. അബൂ മഹദൂറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ അഹ്ലിഖുഹ, വേറെ എന്ത് പറഞ്ഞാലും കേൾക്കാം, ഈ മുടി ഞാൻ വെട്ടൂല. ലാ അഹ്ലിഖുഹ, ഈ മുടി ഞാൻ വെട്ടൂല. കാരണം വഖദ് മസ്സഹാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മുടിമ്മ അല്ലാഹുവിന്റെ റസൂൽ തൊട്ടിട്ടുണ്ട്, അതിന് വെട്ടൂല, അവിടെ നോട്ടെ. ഇങ്ങനെയായിരുന്നു സഹാബത്ത് റളിയല്ലാഹു അൻഹു. അവരുടെ ജീവിതം ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാല് എങ്ങനെയാണ് ഇഷ്ക്, എങ്ങനെയാണ് മഹബത്ത് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും. ഓരോ ആളുകളുടെയും സമീപനങ്ങൾ നോക്കിയാൽ, ഓരോ സഹാബത്തിന്റെയും സമീപനം നോക്കിയാലേ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കം ഫതഹിന്റെ സമയത്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ മുസ്ലിമായത്. അബൂ ഖുഹാഫ എന്നാണ് അറിയപ്പെട്ട പേര്, ഉസ്മാൻ എന്നാണ് ഒറിജിനൽ പേര്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കം ഫതഹിന്റെ സമയത്ത് വാപ്പാനെ തെരഞ്ഞു പോയി. ചെന്നോക്കുമ്പോ പഴയ അഡ്രസ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തെരഞ്ഞു നോക്കി. ചെന്നോക്കുമ്പോ വാപ്പ സുഖമില്ലാതെ കിടക്കാണ്. 90-ലധികം വയസ്സായിട്ടുണ്ട്. കണ്ണിന് കാഴ്ചയൊന്നുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ വാപ്പ പറഞ്ഞു, മോനെ, എനിക്കും നിന്റെ മതത്തിലേക്ക് ചേരണമെന്നുണ്ട് മോനെ എന്ന് പറഞ്ഞു. എനിക്കും എന്റെ മതത്തിലേക്ക് ചേരണമെന്നുണ്ട് പറഞ്ഞു. അങ്ങനെ വാപ്പാൻ എടുത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൂപ്പരോ തടിയില്ലാത്ത ആളാണ്, വാപ്പ തീരെ തടിയില്ലാത്ത ആളാണ്. എടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തടിയില്ലാത്ത ഒരാളാണ്. മെല്ലിച്ച് നീണ്ടിട്ട് വെളുത്തിട്ട് തടിയില്ലാതെ കവിളൊട്ടിയ ഒരു മനുഷ്യനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വാപ്പാൻ അങ്ങനെ എടുത്തിട്ട് ഇലാ ഹദറത്തി ഹബീബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂലേ, വന്നിരിക്കുന്നത് എന്റെ വാപ്പയാണ്, വാപ്പാക്ക് നിങ്ങൾ കലിമ ചൊല്ലി കൊടുക്കി എന്ന് പറഞ്ഞു.
അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിക്കൊടുത്തു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കൊടുത്ത് വാപ്പ ഏറ്റു ചൊല്ലിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. പുന്നാര നബി തങ്ങൾ ചോദിച്ചു, അല്ലയോ അബൂബക്കർ സിദ്ദീഖ്, എന്തേ നിങ്ങൾ കരയുന്നതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വാപ്പ മുസ്ലിമായി എന്നത് ശരിയാണ്. എന്റെ വാപ്പ മുസ്ലിമായ ഈ സ്ഥാനത്ത് നിങ്ങളുടെ എളാപ്പ അബൂ ത്വാലിബായിരുന്നു മുസ്ലിമായിരുന്നത് എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് നബിയേ. പിന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല അബൂബക്കറേ, നിങ്ങളുടെ വാപ്പ മുസ്ലിമാവുന്നതിനേക്കാൾ എന്റെ എളാപ്പ മുസ്ലിമാവുന്നത് നിങ്ങൾക്ക് താല്പര്യം കൂടാൻ കാരണം എന്തേന്ന് ചോദിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്റെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ ഇങ്ങളെ എളാപ്പ മുസ്ലിമാകുന്നതല്ലേ നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടാകുക എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എന്നാ അതന്നെയാണ് എനിക്കും നല്ലോണം ഇഷ്ടം എന്ന് പറഞ്ഞ ആള് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഈമാൻ തുലാസിൽ ഒരു തട്ടിലും സിദ്ദീഖിന്റെ ഈമാൻ തുലാസിന്റെ മറ്റേ തട്ടിലും വെച്ചിട്ടാണ് തൂക്കിയാല് സിദ്ദീഖിന്റെ ഈമാനാണ് തൂങ്ങുന്ന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ നിസ്കരിച്ച ആൾക്കാരുണ്ടാവുമല്ലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഖത്തം തീർത്ത ആൾക്കാരുണ്ടാവും. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹാഫിദ് അല്ലല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹാഫിദ് അല്ല, ഞാൻ പഠിച്ചിട്ട് തന്നെ പറയണേ, ഹാഫിദ് അല്ല. എന്നാൽ ലോകത്തുള്ള എല്ലാ ഹാഫിദീങ്ങളും ഈമാന് തുലാസിന്റെ ഒരു തട്ടിലും സിദ്ദീഖിന്റെ ഈമാന് തുലാസിന്റെ മറ്റേ തട്ടിലും വെച്ചാല് സിദ്ദീഖിന്റെ ഈമാനാണ് തോന്നുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉംറക്ക് പോയ ആൾക്കാരുണ്ടാവും. ഇവിടെ ജിദ്ദയിലായിരുന്നു ജോലി, എല്ലാ വെള്ളിയാഴ്ച ഉംറക്ക് പോകും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ പോയിരുന്നില്ല. എന്നാ ഈ ഉംറക്ക് പോയ ആൾക്കാരൊക്കെ കൂടി ഈമാൻ ഒരു തുലാസിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ തുലാസിന്റെ മറ്റേ തട്ടിലും വെച്ചിട്ടാണ് തൂക്കിയാല് സിദ്ദീഖിന്റെ ഈമാനാണ് തൂങ്ങും. അതാണ് ഈമാൻ, അതാണ് ഇഷ്ക്. ഈമാൻ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇഷ്ക് അടിസ്ഥാനവും അമലു സ്വാലിഹാത്ത് ഫർഉമാണ്. ഇഷ്കിന് ശേഷമാണ് ഇത്തിബായ്, ഇത്തിബായിന്റെ ശേഷം ഇഷ്കല്ല. മുഅ്മിനീങ്ങളെ നിങ്ങൾ നല്ലോണം ചിന്തിക്കണേ. ഇഷ്ക് ഉണ്ടായാൽ ഇത്തിബാ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാവും. ഇത്തിബാ ഉണ്ടായത് കൊണ്ട് ഇഷ്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഒരാൾ എല്ലാ നിലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തു, അയാൾക്ക് ഇഷ്ക് ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല. അതേ സമയത്ത് ഒരാൾ ആശിക്കാണെങ്കിൽ അയാൾ മുത്തബി ആയിരിക്കുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഇഷ്ക് അസ്ലാണ്, ഇഷ്ക് ദീനിയാത്താണ്, ഇത്തിബാ അമലിയാത്താണ്. ഇഷ്ക് ഈമാനാണ്, ഇത്തിബാ ഇസ്ലാമാണ്. ഇഷ്ക് അസ്ലാകുന്നു, അമലു സ്വാലിഹാത്ത് ഫർആകുന്നു. അതുകൊണ്ട് അസ്ലിനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഖൽബിന്റെ താല്പര്യം ഈമാനിന്റെ അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനത്തെ നമ്മൾ ഉണ്ടാക്കി തീർക്കാൻ ശ്രമിക്കണം. അവിടെയാണ് ഒരു മനുഷ്യന്റെ വിജയം നിലകൊള്ളുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും വിജയിച്ചിട്ടുണ്ട്. നബിതങ്ങളുമായി ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും വിജയിച്ചു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിജയിച്ചു, ബന്ധപ്പെട്ട ആൾക്കാരും വിജയിച്ചു. ലോകത്ത് ഏതെങ്കിലും ഒരു സ്വാലിഹായ മനുഷ്യൻ, ഏതെങ്കിലും ഒരു ദുആക്ക് ഇജാബത്തുള്ള മനുഷ്യൻ ആശിക്കല്ലാത്തതായി ഉണ്ടാവില്ല. ഏതൊരു നല്ല മനുഷ്യനെ പരിശോധിച്ചാലും അവരൊക്കെ ആശിക്കങ്ങളായിരിക്കും എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആശിക്കങ്ങളാവണം, നമ്മൾ ഇഷ്കുള്ളവരാകണം. ഇഷ്കുണ്ടാവണമെങ്കിൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നല്ലോണം പഠിക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നു. അപ്പോ നല്ല ഉച്ച സമയമായിരുന്നു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീടിന്റെ ഉള്ളിലാണ്. വാതിൽ തുറന്ന് പുറത്തു വരുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുമ്പിലുള്ള ഒരു മരത്തിന്റെ ചോട്ടിലിരുന്നു. കുറെ കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാതിൽ തുറന്ന് പുറത്തേക്ക് ഇങ്ങനെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. നബി സല്ലല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. അന്ന് മുതൽ, ഈ സംഭവം ഉണ്ടായ അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നബി തങ്ങൾ ഇരുന്ന മരത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു ഉമറേ,
ഇവിടെ ഒരുപാട് മരങ്ങളുണ്ടല്ലോ, ഒരു മരത്തിന് മാത്രം നിങ്ങൾ എന്താണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ ആ മരത്തിന്റെ ചോട്ടിൽ ഒരു ദിവസം ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ജീവിതകാലത്ത് ഇനി ആ മരം ഉണങ്ങുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മുത്തബിഉസ്സുന്ന എന്ന സ്ഥാനപ്പേര് നൽകി ആ മനുഷ്യനെ ഈ ഉമ്മത്ത് ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം.